മെഡിറ്റേഷൻ ഏകാഗ്രതയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ മാറുക എന്നുള്ളത്. അപ്പം ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഇഷ്യൂ, നമുക്ക് കുറച്ച് നേരം മാത്രമേ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് എഴുന്നേറ്റു, മറ്റൊന്നിലേക്ക് പോയി. സോ നമ്മളെ മനസ്സ് പലപ്പോഴും ജസ്റ്റ് ലൈക്ക് എ സോഷ്യൽ മീഡിയ പോസ്റ്റ് അല്ലേ, നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ പോസ്റ്റുകളിൽ നിന്ന്. ഇതുപോലെ നമ്മളെ മനസ്സും ഇറ്റ്സ് ഓൾസോ പ്രോഗ്രാമിംഗ് ലൈക്ക് ദാറ്റ്. അവർ മൈൻഡ് ഈസ് ഓൾസോ പ്രോഗ്രാമിംഗ് ലൈക്ക് എ സോഷ്യൽ മീഡിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ തന്നെ ഉള്ളിലുള്ള ഈ ഏകാഗ്രത കുറവ് നമ്മുടെ പ്രവർത്തനങ്ങളിലും ജോലിയിലും കർമ്മമേഖലയിലും നമ്മുടെ സ്നേഹ സംഭാഷണങ്ങളിൽ പോലും സംഭവിക്കുന്നു. കാരണം നമുക്ക് പലപ്പോഴും ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഇത് ഇടയാവുന്നുണ്ട്. കാരണം ഈ ഏകാഗ്രത കുറവ് കാരണം എന്താ പറഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്നതിന് കാരണം ദേ ആർ നോട്ട് മെഡിറ്റേറ്റിംഗ്. അമേരിക്കയിലെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയ ഒരു പഠനത്തിൽ നടത്തിയ പഠനമാണ്. എന്താണ് പറയുന്നത്? ആ പഠനത്തിൻ്റെ പേരിതാണ്, പ്രബന്ധത്തിൻ്റെ പേരിതാണ്, ബ്രീഫ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻസ് ഇംപ്രൂവ്സ് അറ്റൻഷൻ ഇൻ നോവൈസസ് എവിഡൻസ് ഫ്രം ERPs ആൻഡ് മോഡറേഷൻ ബൈ ന്യൂറോട്ടിസിസം. അപ്പോൾ ഈ പഠനത്തിൽ മെഡിറ്റേഷൻ ടേപ്പ് കേൾക്കുന്നതിലൂടെ ഒരാൾക്കുണ്ടാകുന്ന പരിണാമത്തെക്കുറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഒരു മെഡിറ്റേഷൻ ടേപ്പ് കേൾക്കുന്ന ഒരാൾ, അയാൾക്ക് എന്തെല്ലാം വ്യത്യാസം വരുന്നു എന്ന് ഈ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ പഠനത്തിലെ ഒരു ഭാഗം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം. One study found that people who listened to meditation tape experienced improved attention accuracy while completing a task compared with those in a control group. അപ്പോൾ മെഡിറ്റേഷൻ തീർച്ചയായും നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.